The Christmas bells ring loud and true, bringing peace for me and you. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂടെ ആയിരിക്കാൻ ഒരുവൻ അനുഭവിക്കുന്ന നൊമ്പരം ദുഃഖമല്ല, മറിച്ച് സ്നേഹമാണ് എന്ന് ഭൂമിയോട് പറയാൻ ദൈവം മാലാഖയായോ അദൃശ്യനായോ അമാനുഷികനായോ ജനിക്കാതെ എന്നെയും നിങ്ങളെയും പോലെ സാധാരണയായി ജനിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. പരിമിതികളില്ലാത്തവൻ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. എന്തെന്നാൽ അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു: വിളവധികം, എന്നാൽ വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ ഭാഗത്തിൽ തന്റെ പിൻഗാമിത്വത്തിലേക്കുള്ള ഒരു വിളയെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. തന്നോട് കൂടെ ആയിരിക്കുക, വചനം പ്രഘോഷിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത ദൗത്യത്തിലേക്ക് നമുക്ക് നേരെയും അവിടുന്ന് വെച്ച് നീട്ടുകയാണ്. അവിടുന്ന് പറയുന്നു: വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. 40 രാവും പകലും അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ അവിടുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയതുപോലെ ദൈവവിളി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല ദൈവവിളികൾക്കായി പ്രാർത്ഥിക്കും എന്ന് അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനത്തിൽ നമുക്കും അവിടുത്തോട് ചേരാം. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: യേശു എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് സ്വർണ്ണ കുസ്തോതിയിൽ വസിക്കാനല്ല, മറിച്ച് അതിനേക്കാൾ ശ്രേഷ്ഠമായ അവിടുന്ന് കാണുന്ന